ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ടിപ്പുമായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ അതിന് ഒരു ഉരുളക്കിഴങ്ങ് വേണം, പിന്നെ ലിക്വിഡ്, പാത്രം കഴുകുന്ന ലിക്വിഡാണ്, പക്ഷെ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഹാൻഡ് വാഷ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പൊടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പാനിൻ്റെ ചുവട്ടിലൊക്കെ ഇങ്ങനെ ഒരു കറ വരുന്നുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ എങ്ങനെ കളയുന്നതെന്ന് ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഒരു കിഴങ്ങ് എടുത്തിട്ടുണ്ട്, അത് മുഴുവനായിട്ട് വേണ്ട, അതിൻ്റെ പാതി മതി കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ മേലേക്ക് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു തുള്ളി ഹാൻഡ് വാഷും കൂടി ഞാൻ ഉറ്റിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് വെള്ളം കൂടി തളിച്ചിട്ട് നമുക്കൊന്ന് കിഴങ്ങ് വെച്ചിട്ട് നല്ലൊന്ന് ഉരത്തി തേച്ച് കൊടുത്ത് നോക്കാം കേട്ടോ. അപ്പോൾ കറയുള്ള ഭാഗത്താണ് ഞാൻ ആദ്യം ഉരച്ച് നോക്കുന്നത് കേട്ടോ. അപ്പം ഞാനിത് യൂട്യൂബ് വീഡിയോ കണ്ടതാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് നല്ല അമർത്തി വരക്കണം കേട്ടോ. അപ്പോൾ ചെറുതായിട്ടിങ്ങനെ അത് ഇളകി വരുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ഒന്ന് ഉരച്ച് നോക്കാം. അപ്പോൾ ഇത് വെള്ളം തട്ടുന്നതിനനുസരിച്ച് ഉപ്പ് കല്ല് ഉരുകി പോകുന്നതുകൊണ്ട് നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ വരുത്തി നോക്കാം കേട്ടോ. അപ്പോൾ കുറേ നേരം നല്ല തേച്ച് ഉരച്ചപ്പോൾ അതിൻ്റെ കറ ഇളകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ഒന്നും കൂടി ഒന്ന് ഉരച്ച് കൊടുത്ത് നോക്കാം. അപ്പോൾ കിഴങ്ങും ഉപ്പും ഇട്ടിട്ട് നല്ല കറ ഇളകിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കമ്പി ചകിരി എടുത്തിട്ട് നല്ലൊന്ന് ഉരച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ നല്ല കറ ഇളകി വന്നു. അപ്പോൾ പുതിയ ചട്ടിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കിഴങ്ങും ഉപ്പും ലിക്വിഡും ചേർത്താൽ തന്നെ ചിലപ്പം പോവുമായിരിക്കും കേട്ടോ. ഇത് നല്ല പിടിച്ചത് കാരണം പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചകിരി ഇട്ടിട്ട് നല്ലൊന്ന് ചുറ്റിച്ച് ഒന്ന് ഉരച്ച് കൊടുത്തപ്പോൾ പെട്ടെന്ന് പോയി കിട്ടി കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു കുഴിയപ്പച്ചട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇതേമാതിരി കറ പിടിച്ചിട്ട് ഞാൻ കഴുകാൻ വേണ്ടിയിട്ട് ഒരു ദിവസം 2 ദിവസമൊക്കെ ഇരുന്ന് മെനക്കെ ഇട്ടിട്ടാട്ടോ ചെയ്തത്. അതിൽ അപ്പസോഡ, സുർക്ക ഇതൊക്കെ ഇട്ടിട്ട് കമ്പിച്ചകിരി ഇട്ടൊക്കെ വരുത്തിയിട്ട് കുറേയൊക്കെ പോയി, എന്നാലും ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനി ഇങ്ങനെ അതിലൊന്ന് ചെയ്ത് നോക്കണം, അങ്ങനെ പോയി കിട്ടുന്നുണ്ടോ എന്നുള്ളതൊന്ന് നോക്കാമല്ലോ. അപ്പം നല്ല കറ ഇളകിയിട്ടുണ്ട് കേട്ടോ. കമ്പിച്ചകിരിയും കൂടി ഇട്ടൊന്ന് വരുത്തി. ഇപ്പോൾ മെയിനായിട്ട് ഇതിൻ്റെ കറ ഇളകാൻ കാരണം ചിലപ്പോൾ നമ്മുടെ കിഴങ്ങിൻ്റെയും ഉപ്പിൻ്റെയും ഒക്കെ ഇത് തട്ടിയിട്ട് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്കിതൊന്ന് കഴുകി നോക്കാം കേട്ടോ. അപ്പം ഞാൻ ആദ്യം വീഡിയോയിൽ കാണിച്ചതും ഇതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ നല്ല കറ ഇളകി പോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ സത്യത്തിലും വീഡിയോ ഞാൻ കണ്ടപ്പോൾ അതിൽ വന്നിട്ട് ഉപ്പ്, കിഴങ്ങ്, ലിക്വിഡ് ഇത്രയും വെച്ചിട്ടാണ് കേട്ടോ പാത്രം കഴുകി അവർ വെളുപ്പിച്ചത്. അപ്പോൾ ഞാൻ ഇത് കമ്പിച്ചകിരി ഇട്ടത് ഞാൻ ഇതിലും കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കാണിക്കാതെ നിന്നിട്ടുണ്ടെങ്കിൽ അറിയില്ലല്ലോ അത് എങ്ങനെയാണ് വെളുത്തത് എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാനത് ഇതിൽ കാണിച്ചത് കേട്ടോ. അപ്പോൾ കറ ഇളകുന്നൊക്കെ ഉണ്ട്, പക്ഷേ നമ്മൾ കമ്പിച്ചകിരിയും കൂടി ഇട്ടിട്ടൊന്ന് വരുത്തിയാലുള്ളൂ അതിൻ്റെ കറ ശരിക്കും ഇളകി വരുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കണേ.